ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങളെല്ലാവരും യൂട്യൂബിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് കപ്പ കൃഷിയുടെ കാര്യങ്ങളും അതിൻ്റെ വിളകളും അതിൻ്റെ തണ്ടുകളും ഇതിനെന്തെല്ലാം ചെയ്യണം, ഇനങ്ങളും എന്നുള്ള ചെറിയൊരു വിശദീകരണം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കപ്പ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും കപ്പ കപ്പ കൃഷി എന്തിനു ചെയ്യണം, അതിൻ്റെ ലാഭം എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കാൻ സ്ഥലമുള്ള ആളുകളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ അറിവിൽപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു തരാനാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യം നമ്മൾ കുറച്ച് ഇനങ്ങൾ മനസ്സിലാക്കണം. ഈ ഇനങ്ങളൊക്കെ കേരള സർവകലാശാലയിൽ നിന്ന് പുറത്തിറങ്ങിയ സാധനങ്ങളാണ്. ഒന്ന് നിധി, കൽപ്പക, കൃഷ. പിന്നെ CTCRI ഇനങ്ങളിൽപ്പെട്ടതാണ് ശ്രീജയ, ശ്രീവിജയ, ശ്രീ പ്രകാശ്. അത് 6 മാസം 7 മാസം കൊണ്ട് എന്താവും, മൂപ്പാവും. പിന്നെ 10 മാസം കൊണ്ട് മൂപ്പാകുന്ന ഇതേ CTCRIയിൽ നിന്ന് അതിന്റെ ഇനങ്ങൾ വേറെയാണ്. അത് 4 ഉണ്ട്. ഒന്ന് ശ്രീ സ്വർണ, ശ്രീ പവിത്ര, ശ്രീ അപൂർവ, ശ്രീ പത്മനാഭ. ഇത് കുറച്ച് കട്ട് കൂടിയതും മറ്റേത് കുറച്ച് കട്ട് കുറഞ്ഞതാണ്. കട്ട് കൂടിയത് സ്റ്റാർച്ച് ഐറ്റംസിന് പോണതാണ്, മറ്റേത് ഭക്ഷ്യ യോഗ്യാണ്. സ്റ്റാർച്ച് ഉപയോഗത്തിനാണ് അത് ഉപയോഗിക്കുന്നത്, പൊടി ഐറ്റംസ്. ഈ കപ്പ കൊണ്ട് തന്നെയാണ് സാബൂനരി എന്ന് പറഞ്ഞിട്ട് വെളുത്ത മണിമണിയായിട്ട് കിടക്കുന്ന സാധനം ഉണ്ടാക്കുന്നത്. അതിന്റെ ശരാശരി ഫാക്ടറി കിടക്കുന്നത് സേലത്താണ് ഞാൻ കണ്ടിട്ടുള്ളത്, തമിഴ്നാട്. സേലം അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ പിന്നെ സേലം വിട്ട് കഴിഞ്ഞൊരു 50 കിലോമീറ്റർ 100 കിലോമീറ്ററിന്റെ ഇടയിലായിട്ട് കണ്ടമാനം ഫാക്ടറികളുണ്ട്. സാബൂനരികൾ നിർമ്മിക്കുന്ന, പൊടികൾ നിർമ്മിക്കുന്ന ഒക്കെ ഫാക്ടറി. ഞാൻ അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, അപ്പോൾ അത് മാത്രമല്ല, നമ്മൾ കപ്പ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി പാക്കറ്റായിട്ട് വിദേശത്തേക്ക് കയറ്റി പോകുന്ന അവസ്ഥയും നമ്മളെ കേരളത്തിലുണ്ട്. അദ്ദേഹത്തിന്റെ നമ്പർ എൻ്റെ അടുത്തുണ്ടായിരുന്നു. എൻ്റെ ശബ്ദം അദ്ദേഹം കേൾക്കുകയാണെങ്കിൽ എനിക്കൊരു കമന്റ് ചെയ്തിട്ട് എനിക്കൊരു ആ നമ്പർ ഒന്ന് എത്തിച്ചു തരണമെന്ന് ഞാൻ വിനീതമായി ആഗ്രഹിക്കുകയും പറയുകയും ചെയ്യുന്നു ഈ കൂട്ടത്തിൽ. ഓക്കെ, യാദർശികമായിട്ട് എൻ്റെ വീഡിയോ അവർക്ക് എത്തുകയാണ് എങ്കിൽ, കാരണം എനിക്കത് ആഗ്രഹമുണ്ട് ഇത് വിദേശത്തേക്ക് കയറ്റി പോകാൻ. പക്ഷെ നമ്മൾ ചെറിയ ക്വാണ്ടിറ്റിയിൽ ചെയ്യുന്നത് കൊണ്ട് അത്ര ഒരു മുന്നിട്ട് ചിന്തിക്കാൻ കഴിയുന്നില്ല. നാളത്തെ കാര്യം പറയാൻ പറ്റില്ല, കാരണം ഇതിന്റെ വിളവുകളും ഇതിന്റെ ലാഭങ്ങളും കിട്ടി തുടങ്ങി ശരിയായ രൂപത്തിലാണ് നമുക്ക് പോകുന്നുണ്ട് എങ്കിൽ ഞാനും അത് വിദേശത്തേക്ക് കയറ്റി അയക്കാനുള്ളൊരു പരിപാടിയാണ് മനസ്സിലുള്ളത്. ഓക്കെ, ചുരുക്കി പറഞ്ഞാൽ ഇത്ര ഇനം നമ്മളെ നാട്ടിലുണ്ട്. ഇനി നമ്മൾ ഒരു കൂനയുടെ അകലം വെക്കേണ്ടത് 1 മീറ്റർ അകലാണ്. ഈ 1 മീറ്റർ അകലത്തിലാണ് കൂന തയ്യാറാക്കുന്നത്. ഇനി കൂന തയ്യാറാക്കുമ്പോൾ അടിവളായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് 5 ഗ്രാം എന്ന് പറഞ്ഞാൽ വ്യാപാര അടിസ്ഥാനത്തിലാണ് ഒരാൾ കപ്പ കൃഷി ചെയ്യുന്നത് എങ്കിൽ തീർച്ചയായും കുറച്ച് ഇംഗ്ലീഷ് വളം ചേർത്തിട്ടില്ല എങ്കിൽ വിളവ് കിട്ടാൻ സാധ്യത കമ്മിയാണെന്നാണ് വിദഗ്ധരായ ആളുകൾ പറഞ്ഞതും കേട്ടതും മനസ്സിലാക്കിയത്. പിന്നെ കുറച്ചൊക്കെ നമ്മളെ വീട്ടാവശ്യത്തിന്, നമ്മളെ ആവശ്യത്തിന് അങ്ങനെ കുറഞ്ഞായാലും വിരോധമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് ആരോടും സമാധാനം പറയാമല്ലോ. പക്ഷെ വ്യാപാര അടിസ്ഥാനത്തിൽ ലക്ഷക്കണക്കിന് ഉറുപ്പിക മുടക്കിയിട്ടാണ് സ്ഥലം ശരിയാക്കലും കൃഷി ഇറക്കലും ഒക്കെ കയ്യിൽ. ആ ചെലവൊക്കെ ഈ കൃഷി വിളവ് ഉണ്ടായതിന്റെ ശേഷം അതിൽ നിന്ന് കിട്ടിയാൽ മാത്രമാണ് നമുക്ക് നികത്തി കൊണ്ടുപോകാൻ സാധിക്കുക എന്ന് നമ്മൾ മറക്കാനും പാടില്ല. ഒന്ന്, അപ്പൊ വ്യാപാര അടിസ്ഥാനത്തിൽ ചെയ്യുമ്പോൾ 5 ഗ്രാം യൂറിയ, 50 ഗ്രാം റോക്ക് ഫോസ്ഫോസ്റ്റ്, 5 ഗ്രാം പൊട്ടാഷ്. അതേപോലെ തന്നെ ഒരു 2 കിലോ ചാണകപ്പൊടി. അതേപോലെ തന്നെ ചാണകപ്പൊടി സാധാരണ ആൾക്കാർ പറയണെന്ന് വെച്ചാൽ ചാണകപ്പൊടി ഇട്ടാൽ കഴിപ്പ് ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്നാണ്. അപ്പൊ ഞാൻ ചാണകപ്പൊടി ഇടലില്ല, ഞാൻ കോഴിവളമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു 2 കിലോ കോഴിവളം ഇട്ടതിന് ശേഷം കുമ്മായം ഒരു ലേശം കുമ്മായം ഇടണം. കാരണം മൊത്തത്തിൽ 1 സെന്റിന് 2 കിലോ കുമ്മായം എന്നാണ് കണക്ക്. 1 സെന്റ് സ്ഥലത്ത് നമ്മൾ ഇടുന്ന കൂനകൾക്ക് 2 കിലോ കൊണ്ട് എല്ലാ കൂനകൾക്കും എത്തണം 1 സെന്റിൽ. അതാണ് ഇതിന്റെ കണക്ക്. അപ്പൊ ലേശം കുമ്മായം കൂടി ഇട്ട് കഴിഞ്ഞിട്ട് ഇതിനെ നന്നായി മിക്സ് ചെയ്തിട്ട് കൂന വീണ്ടും കൂട്ടിയതിന് ശേഷം ഒരു 15 സെന്റിമീറ്റർ നീളമുള്ള ഒരു കമ്പ്, എന്ന് പറഞ്ഞാൽ 6 കണ്ണുണ്ടാകുന്ന കമ്പ്, 3 കമ്പ് താഴത്തേക്കും 3 കണ്ണ് മേലക്കും കിടക്കുന്ന രൂപത്തിലായി ഞാൻ നട്ട് കാണിച്ചു തരുന്ന ഒരു വീഡിയോ ഇതിന്റെ പുറകിലുണ്ട്. അപ്പൊ ഈ കപ്പന്റെ വീഡിയോ 1, 2, 3 നിൽക്കാണ് നിങ്ങൾ കാണേണ്ടത്. ഓക്കെ, അത് നടുന്നത് വരെ ഞാൻ കാണിച്ചിട്ടുണ്ട്.
അത് മുറിക്കുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ട്. അത് മുറിച്ച് കഴിഞ്ഞ ശേഷം അതിനൊരു എക്സ്ട്രാ വഴിയും കൂടി നമ്മൾ ഇടുന്നുണ്ട്. എന്താ വെച്ചാൽ അടിയത്തെ ഭാഗത്തുനിന്നും കപ്പ മുളച്ചു വരും, വേര് മുളച്ചു വരും. അതിന്റെ മേലെ ഭാഗത്തുനിന്നും കപ്പയുടെ വേര് മുളച്ചു വരുന്നത് കൊണ്ട് നമുക്ക് കൂടുതൽ കപ്പ കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്റെ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കുക. അതിനിപ്പോ മുടക്കൊന്നുമില്ല. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ എന്റെ വീഡിയോ കാണുന്ന ആളുകൾ നിർബന്ധമായും നിങ്ങൾ ആ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്യാൻ ഒരു ഇതില്ല. എല്ലാവരും കാണും വീഡിയോ, അവിടെ സൈഡിൽ ചെറിയൊരു ബട്ടൺ ഒന്ന് ലൈക്ക് ചെയ്താൽ അതാണ് എനിക്കുള്ള സപ്പോർട്ട്. നിങ്ങൾ ആ ലൈക്ക് ചെയ്യുന്നതാണ് എനിക്കുള്ള സപ്പോർട്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല, എനിക്ക് വലിയൊരു നേട്ടവുമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അത് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് കൂടിയിട്ട് നിങ്ങൾ ഇത് ഷെയർ ചെയ്യണം. നിങ്ങളെ യൂട്യൂബിലും നിങ്ങളെ ഫേസ്ബുക്കിലും ഇത് ഷെയർ ചെയ്യണം. ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഇതൊരു വലിയൊരു കാര്യമാണ്. കാരണം ഞാനൊക്കെ പഠിക്കുന്ന സന്ദർഭത്തിൽ എനിക്കൊക്കെ ഇങ്ങനത്തെ ഒരു അറിവ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പ്രയാസപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഞാൻ ഓരോ വീഡിയോസ് ചെയ്യും. അത് മാത്രമല്ല, കപ്പ വലുതാകുന്നതിനനുസരിച്ച് കാട് മൂടല് തുടങ്ങും. മഴക്കാലം ആയതോടെ പ്രത്യേകിച്ചും കാട് മൂടല് തുടങ്ങും. ഈ കാട് മൂടുമ്പോൾ നമ്മൾ പണിക്കാരെ കൂടുതൽ വെച്ച് പണിയെടുപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ചെലവ്, വിചാരിച്ചിലേറെ ചെലവ് വരും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, മഴയുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ ആ മഴന്റെ ആ കൂനയുടെ മേലുള്ള ചുറ്റുഭാഗത്തെ ഇതൊക്കെ പറിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈസി ആയിട്ട് അത് കിട്ടും. കുറച്ച് മെനക്കെടണം, ഈസി ആയി കിട്ടും. വേരൊന്നും പെട്ടെന്ന് ലൂസ് ആയതുകൊണ്ട് പെട്ടെന്ന് പറിച്ചെടുക്കാൻ വേണ്ടി കഴിയും. രണ്ടാമത്തത്, അതിന്റെ ബാക്കി വരുന്ന ചുറ്റുഭാഗം മെഷീൻ വെച്ചിട്ട് പ്ലാസ്റ്റിക്കിന്റെ ബ്ലേഡ് ഉപയോഗിക്കാതെ പ്ലാസ്റ്റിക്കിന്റെ അത് വെച്ചതിന് ശേഷം അതിൽ കറക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വളരെ കൃത്യവും വ്യക്തവും നല്ല വൃത്തിയായിട്ട് നിങ്ങളെ ഇതായി കണ്ട് നിങ്ങൾക്ക് കിട്ടും. അത് ഞാൻ നാളെ നിങ്ങൾക്ക് ഇതിന്റെ മേലെ ഒരു വീഡിയോ വിടുന്നുണ്ട്. ഞാൻ അങ്ങനെ ചെയ്ത് ക്ലീൻ ആക്കി കാണിച്ചു തരുന്ന ഒരു വീഡിയോ, എന്റെ കപ്പത്തോട്ടത്തിൽ കാണിച്ചു തരുന്ന വീഡിയോ. അത് നിങ്ങൾ കാണുക. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നടന്ന അടിവളത്തിന്റെ പറഞ്ഞു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു 2 മാസം ആകുമ്പോൾ, 2 മാസം കഴിഞ്ഞാൽ നമ്മൾ അതിന് അടിവളം ചെയ്ത് മണ്ണ് കയറ്റണം. അതിനെന്താ ചെയ്യേണ്ടത്? ഒരു 5 ഗ്രാം പൊട്ടാസ്യം, 5 ഗ്രാം പിന്നെ 5 ഗ്രാം യൂറിയ ഇത് ഇട്ട് കൊടുക്കുക. 5 ഗ്രാം യൂറിയ, 5 ഗ്രാം പൊട്ടാസ് ഇട്ട് കൊടുക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് ചാണകപ്പൊടി ഉണ്ടെങ്കിൽ അങ്ങനെ, ചാണകത്തിന്റെ പൊടിനെക്കാട്ടും നല്ലത് കോഴിവളം കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അത് ഇട്ടതിന് ശേഷം മണ്ണ് കയറ്റി കൊടുക്കുക. ഓക്കെ, ഇത് 2-ാം മാസത്തിലും 3-ാം മാസം കഴിഞ്ഞാലും ചെയ്യണം. 3 മാസം കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിമക്ക് തുടരുത്. കാരണം വേരുകൾ പൊന്തി മുളച്ച് വരുന്ന സമയത്ത് പിന്നെ അതിനെ ശല്യം ചെയ്യാൻ വേണ്ടി പാടില്ല. ചുറ്റുഭാഗമൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കൈക്കോട്ടെടുത്തോണ്ട് കളക്കണേനോ ഒന്ന് ചെത്തിനേനോ ഒന്നും വിരോധമൊന്നുമില്ല. മെഷീൻ വെക്കുന്നതിനോ ഒരു വിരോധമല്ല. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ആ കൂനേന്റെ മേലെ പിന്നൊന്നും ചെയ്യാൻ പാടില്ല അതാണ് അതിന്റെ ശരി. പിന്നെ നിങ്ങൾക്ക് 1 ഏക്കർ ചെയ്യാനുള്ള ആളുകൾക്ക് ഇംഗ്ലീഷ് വളം ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ 210 കിലോ യൂറിയ, 500 കിലോ റോക്ക് ഫോസ്ഫേറ്റ്, അതേപോലെ തന്നെ 160 കിലോ പൊട്ടാഷ്, ഇത്തരി സാധനം 1 ഏക്കർക്ക് വരും. അപ്പൊ അത്രയും കൂന ഉണ്ടാക്കിയിട്ട് 1 ഏക്കർക്ക് ഇത്തരി സാധനം വാങ്ങിയിട്ടാണ് നിങ്ങൾ വളപ്രയോഗങ്ങൾ ചെയ്യേണ്ടത് എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും എൻ്റെ വീഡിയോ കാണുക, മനസ്സിലാക്കുക, അതേപോലെ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, ധൈര്യമായി ചെയ്യുക. നല്ല വിളവെടുപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു ലാഭം പ്രതീക്ഷിക്കാവുന്ന ഒരു കൃഷിയാണിത്. ഞാൻ ഇഞ്ചി കൃഷിയും ചെയ്തിട്ടുണ്ട് കർണാടകയിൽ. അതേപോലെ തന്നെ പച്ചക്കറി കൃഷികളും ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് അതിനനുസരിച്ച് നോട്ടം കാര്യം ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് വിജയിപ്പിക്കാൻ പറ്റുന്ന ഒരു കൃഷിയാണ്. പിന്നെ ഒക്കെ ദൈവത്തിന്റെ അടുത്താണ്. അത് കൃഷി ആയാലും ശരി, എന്തായിരുന്നാലും ശരി. ഇപ്പൊ കണ്ടിരുന്ന മഴക്കാലാണ്, അവിടെയൊക്കെ പുറപ്പെട്ട ദൃശ്യങ്ങൾ കണ്ടില്ലേ? അവനാന്റെ സമ്പത്ത് ഒലിച്ചുപോയി, മക്കൾ ഒലിച്ചുപോയി. ഇതൊക്കെ വിധിയാണ്, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. എന്ന പോലെ തന്നെ ഏത് ബിസിനസ് ആയാലും ഇന്ന ബിസിനസ്സിൽ ഞാൻ വിജയിക്കുള്ളൂ എന്നില്ല. നമ്മളോട് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യുക. കാരണം നമ്മൾ ചെയ്യുന്ന ഒരു പുണ്യകാര്യം കൂടിയാണ്. കാരണം ഈ ഒരു കപ്പ കുറഞ്ഞ പൈസക്ക് കിട്ടുകയും കുറെ ആൾക്കാരെ വയറ് നിറയുകയും ചെയ്യുന്ന നല്ലൊരു ഉൽപ്പന്നമായതുകൊണ്ട്, അത് മാത്രമല്ല പണ്ടത്തെ മാതിരിയല്ല ഇപ്പൊ ആ കപ്പ കൊണ്ട് തന്നെ പല വിഭവങ്ങളും തയ്യാറാക്കുന്ന ഒരവസ്ഥയിലും എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളും നമ്മുടെ ഉൽപ്പന്നങ്ങൾ നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുകയും പ്രോത്സാഹനം മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി മാത്രം
ചെയ്തൊരു വീഡിയോ ആണിത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബെല്ലൈക്കൺ അമർത്താൻ നിങ്ങൾ മറക്കല്ലേ പ്ലീസ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഒരു മുടക്കില്ല നിങ്ങൾക്ക്. എൻ്റെ വീഡിയോന്റെ എൻ്റെ യൂട്യൂബിന്റെ ഒരു വളർച്ചയ്ക്ക് എനിക്ക് അനിവാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ബന്ധമുള്ള പരിചയമുള്ളവർക്കോടും അത് ചെയ്യിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വിനീതമായ എൻ്റെ വാക്കുകൾ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. കപ്പയുമായി ബന്ധമുള്ള എൻ്റെ വീഡിയോസുകൾ പാർട്ട് 1 പാർട്ട് 2 ഞാൻ കൊടുത്തിട്ട് അത് കാണാൻ വേണ്ടി ശ്രമിക്കുക. താങ്ക് യു.